പാതിവില തട്ടിപ്പ് കേസിൽ എൻജിഒ കോൺഫെഡറേഷൻ ചെയർമാൻ കെ.എൻ. ആനന്ദകുമാറിനെയും ചോദ്യം ചെയ്യാനൊരുങ്ങി ഇ ഡി. തിരുവനന്തപുരത്ത് ജയിലിലെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥർ ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യും. അനധികൃത സ്വത്ത് സമ്പാദനം, ബിനാമി നിക്ഷേപങ്ങൾ എന്നിവയിലാണ് ചോദ്യം ചെയ്യൽ. കേസിൽ മുഖ്യപ്രതി അനന്തകൃഷ്ണനെ മൂവാറ്റുപുഴ സബ് ജയിലിലെത്തി ചൊവ്വാഴ്ച ഇ ഡി സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇവരുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ഈ പാതിവില തട്ടിപ്പ് കേരളം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. പലരും ഈ ഒരു തട്ടിപ്പിൽ കുടുങ്ങിയിരുന്നു. പാതിവിലക്ക് ഇന്ന സാധനങ്ങൾ തരാം എന്ന് പറഞ്ഞ് ഒട്ടേറെ ആൾക്കാർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. ഇവിടെയാണ് ഇ ഡിയുടെ അന്വേഷണം പുരോഗമിക്കുന്നത്, കുരുക്ക് മുറുകുന്നതും, അല്ലേ? കെ.പി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി ആളുകൾ തട്ടിപ്പിനിരയായതാണ് ഈ പാതിവില തട്ടിപ്പ്. കാരണം നമുക്കറിയാം, ഈ ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പും വീട്ടുപകരണങ്ങളും ഒക്കെ വാഗ്ദാനം ചെയ്താണ് വീട്ടമ്മമാരെ അടക്കം, കൂടുതൽ വീട്ടമ്മമാരാണ് ഈ തട്ടിപ്പിനിരയായത്. നിരവധി ആളുകളിൽ നിന്നും പണം തട്ടിയെടുത്തു. ഏതാണ്ട് 1000 കോടി രൂപയോളം കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നായി ഈ തട്ടിപ്പുകാർ തട്ടിയെടുത്തിട്ടുണ്ട്. എന്തായാലും ഈ കേസിലെ മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ ഇപ്പോഴും മൂവാറ്റുപുഴ സബ് ജയിലിൽ തുടരുകയാണ്. ഈ കേസിലെ 3ാം പ്രതിയായ എൻജിഒ കോൺഫെഡറേഷൻ ചെയർമാൻ ആനന്ദ്കുമാറിനെയാണ് ഇ ഡി ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. തിരുവനന്തപുരത്ത് ജയിലിലാണ് ആനന്ദ്കുമാർ ഉള്ളത്. ജയിലിലെത്തിയായിരിക്കും ഇ ഡി ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുക. ഒപ്പം തന്നെ ഈ മൂവാറ്റുപുഴ സബ് ജയിലിലെത്തി കഴിഞ്ഞ ചൊവ്വാഴ്ച ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീനിവാസ് റാവു ഈ കേസിലെ മുഖ്യപ്രതിയായ അനന്തു കൃഷ്ണനെയും ചോദ്യം ചെയ്തിരുന്നു. അതായത് പാതിവിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങളും ലാപ്ടോപ്പും ഒക്കെ വാഗ്ദാനം ചെയ്ത് നിരവധി ആളുകളിൽ നിന്നാണ് ഈ പ്രതികൾ പണം തട്ടിയെടുത്തത്. കഴിഞ്ഞ വർഷം അറസ്റ്റിലായതാണ് ഈ കേസിലെ 3ാം പ്രതിയായ ആനന്ദ്കുമാർ. ഈ ആനന്ദ്കുമാറിന് ഈ കേസിലെ പല കേസുകളിലും ജാമ്യം കിട്ടിയെങ്കിലും ഈ ജാമ്യ വ്യവസ്ഥകൾ മുഴുവനായും പാലിക്കപ്പെടാത്തത് കൊണ്ട് തന്നെ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. പ്രധാനമായും ഇ ഡി അന്വേഷിക്കുന്നത് ഈ തട്ടിപ്പിലൂടെ നേടിയെടുത്ത പണം ഇവർ എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത്, ഇവർക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബിനാമി ഇടപാടുകൾ ഉണ്ടായിരുന്നോ, ഈ കാര്യങ്ങളൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും ഒരു ചോദ്യം ചെയ്യലിലേക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. ഈ ശ്രീനിവാസ റാവുവിൻ്റെ, ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീനിവാസ റാവുവിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഈ ആനന്ദകുമാറിനെ ചോദ്യം ചെയ്യുക. അനന്തകൃഷ്ണനെ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ സബ് ജയിലിലെത്തി ചോദ്യം ചെയ്തിരുന്നു. ഈ പാതിവില തട്ടിപ്പിൻ്റെ സൂത്രധാരനാണ് അനന്തു കൃഷ്ണൻ. ഈ അനന്തു കൃഷ്ണനാണ് കേസിലെ 1ാം പ്രതി. ഈ എൻജിഒ കോൺഫെഡറേഷൻ ചെയർമാൻ കെ.എൻ. ആനന്ദകുമാർ ഈ കേസിലെ 2ാം പ്രതിയാണ്. ക്രൈംബ്രാഞ്ചാണ് ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നതെങ്കിലും പിന്നീട് അന്വേഷണം, ഈ കേസിൻ്റെ തുടർച്ചയായി തന്നെ ഇ ഡിയും ECI രജിസ്റ്റർ ചെയ്ത് കേസിൻ്റെ അന്വേഷണം ഏറ്റെടുത്തിരിക്കുകയാണ്. എന്തായാലും 8000-ഓളം പരാതികളാണ് ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 8000-ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്തായാലും 1000 കോടിയോളം രൂപയാണ് കേരളത്തിലെ വീട്ടമ്മമാരടക്കമുള്ള ആളുകളിൽ നിന്നും ഈ അനന്തു കൃഷ്ണനും ആനന്ദകുമാറും അടക്കമുള്ള പ്രതികൾ ഈ പാതിവില തട്ടിപ്പിലൂടെ നേടിയെടുത്തിരിക്കുന്നത്. കെ.പി. അത് തന്നെയാണ്. പാതിവില തട്ടിപ്പിൽ ഇ ഡിയുടെ അന്വേഷണം പുരോഗമിക്കുമ്പോൾ പലരും കുടുങ്ങിയ പലർക്കും കുരുക്ക് മുറുകയാണ്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അശ്വതി നേരത്തെ ചോദിച്ചു, ഈ വീട്ടമ്മമാരാണ് അധികം ഈ തട്ടിപ്പിൽ. അതെ, പാതിവില തട്ടിപ്പ്. എനിക്ക് ഓർമ്മയുണ്ട് ഈ ആനന്ദകുമാറിന്റെ വിഷയത്തില് മറ്റേ സ്കൂട്ടർ കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പകുതി പൈസക്ക്. അങ്ങനെ എത്ര പേരാണ് അതിനിരയായത്. എന്തായാലും ഇന്ന് രാവിലെ ന്യൂസ് ഡെസ്കില് പണിയെടുക്കുന്ന സമയത്ത് നമ്മുടെ ചീഫ് എഡിറ്റർ പ്രദീപ് സാർ വന്നിട്ട് പറഞ്ഞു, ഞാൻ 18 വർഷം മുൻപേ പറഞ്ഞതാണ് ആനന്ദകുമാർ ഈസ് എ ഫ്രോഡ്. അപ്പം അത്തരത്തിൽ 18 വർഷം മുൻപേ ഇത്തരത്തിലുള്ള പണികൾ തുടങ്ങിയത് ആളാണ് ഈ ആനന്ദകുമാർ എന്ന് പറയുന്നത്. മാധ്യമങ്ങൾക്കൊക്കെ അറിയായിരുന്നു. കൃത്യമായ രീതിയിൽ അന്വേഷിക്കട്ടെ, അല്ലേ? അതെ, ഇ ഡി കൃത്യമായി അന്വേഷിക്കട്ടെ.